നമസ്കാരം. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്ന ചിന്ത നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ വിജയം കൈവരിക്കാം, ആ വിജയിയുടെ പ്രതിഫലം എന്താണ് എന്നുള്ള ഒരു വിഷയമാണ്. ഏൽപ്പിക്കപ്പെട്ട ജോലി ഭംഗിയായി ചെയ്യുമ്പോഴുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രയോജനം നമ്മളും നമ്മുടെ പ്രവൃത്തിയും മറ്റുള്ളവരുടെ മനസ്സിൽ നല്ല സ്മരണകളായി നിലകൊള്ളും എന്നുള്ളതാണ്. ഈ സ്മരണ വിജയിക്ക് പ്രതിഫലവും പ്രോത്സാഹനവുമാണ്. അതിലുപരി അത് കൂടുതൽ പ്രവർത്തിക്കുവാനുള്ള പ്രചോദനവും ഊർജവും നമുക്ക് നൽകും. പ്രവർത്തന മേഖല ഏതുമായിക്കൊള്ളട്ടെ, ആ പ്രവർത്തിക്കുന്ന മേഖലയിൽ വിജയം വരിക്കുവാൻ നാം പല കാര്യങ്ങൾ ചെയ്യണം. കഠിനാധ്വാനം മാത്രം പോരാ. കഠിനാധ്വാനത്തിനോടൊപ്പം ചില കാര്യങ്ങൾ കൂടി ചേരുമ്പോഴാണ് വിജയം ആ ലക്ഷ്യത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. ആ കാര്യങ്ങൾ അതിലൊന്നാമത് ജോലിയോടുള്ള താല്പര്യമാണ്. ആ താല്പര്യം, ചെയ്യുന്ന ജോലിയോട് താല്പര്യം വർദ്ധിച്ചാൽ നമ്മുടെ ആത്മാർത്ഥതയും വർദ്ധിക്കും. രണ്ടാമത് ജോലിയിൽ മനസ്സും ശരീരവും സംയോജിപ്പിച്ച് ഇഴുകിച്ചേരണം. എങ്കിൽ മാത്രമേ അത് വിജയത്തിലോട്ട് എത്തുകയുള്ളൂ. മൂന്നാമത് പ്രവർത്തന മേഖലയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ നൂതന സാങ്കേതിക കാര്യങ്ങൾ മനസ്സിലാക്കി അവയെ നമ്മുടെ ജോലിയുമായി ബന്ധിപ്പിക്കണം. നാലാമത് നമ്മുടെ പ്രവർത്തനങ്ങളിലെ പോരായ്മ കണ്ടെത്തി അവ തിരുത്തി വേണം നമ്മൾ മുന്നേറുവാൻ. എങ്കിലേ നമുക്ക് വിജയത്തിൽ എത്തിച്ചേരുവാൻ കഴിയുകയുള്ളൂ. അഞ്ചാമത് കൂടെ ജോലി ചെയ്യുന്നവരെയെല്ലാം കൂട്ടി നിർത്തി അവരെ ഒരുമിപ്പിച്ച് അവരുടെ കഴിവുകൾ കൂടി നമ്മൾ പ്രയോജനപ്പെടുത്തി ഒരുമിച്ച് മുന്നോട്ട് പോകണം. എങ്കിൽ മാത്രമേ വിജയത്തിലെത്തുവാൻ കഴിയുകയുള്ളൂ. ആറാമത് ജോലിക്ക് തടസ്സമോ തകർച്ചയുണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും നമ്മൾ സ്വയം സംരക്ഷണം ഏർപ്പെടുത്തണം. നമ്മുടെ അലസതയാവാം, നമ്മുടെ ചീത്ത കൂട്ടുകെട്ടുകളാവാം, നമ്മുടെ ദുശീലങ്ങളാവാം, തെറ്റായ സ്വാധീനങ്ങളാവാം. എന്തായാലും അത്തരം തെറ്റായ കാര്യങ്ങളെ സ്വയം നമ്മൾ പ്രതിരോധിക്കാൻ കഴിയുന്നവരാവണം. ഏഴാമത് നമ്മുടെ പെരുമാറ്റം കൊണ്ടും സംഭാഷണം കൊണ്ടും നമ്മുടെ പ്രവർത്തികൾ കൊണ്ടും മറ്റുള്ളവർക്ക് പ്രചോദനമാകുമ്പോൾ അവർ നൽകുന്ന അംഗീകാരം, അവർ നൽകുന്ന ആദരവ് നമ്മളെ നമ്മുടെ പ്രവൃത്തിയെ ഉയരത്തിലെത്തിക്കുവാൻ സഹായിക്കും. അത് നമ്മെ ഉയർത്തുകയും ചെയ്യും. ഈ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് വേണം നമുക്ക് ഒരു ജോലി ചെയ്ത് അത് വിജയത്തിലെത്തിക്കുവാൻ എന്നുള്ളത് നാം ഓരോരുത്തരും ഓർത്തിരിക്കുന്നത് വളരെ നല്ലതാണ്. ഈ ചെറിയ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.